ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോയാണ് വിഴിഞ്ഞത്തേക്ക് ചരക്കുമായി എത്തിയത്. 110-ലധികം രാജ്യങ്ങളിൽ കാർഗോ സേവനങ്ങൾ നൽകുന്ന ഡാനിഷ് കമ്പനിയാണ് മെർക്സ്. ഡേവോ ഷിപ്പ് ബിൽഡിംഗ് കമ്പനി 2014 നിർമ്മാണം പൂർത്തിയാക്കിയ സാൻ ഫെർണാണ്ടോയ്ക്ക് 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുമുണ്ട്. കൂറ്റൻ മദർഷിപ്പിന് നങ്കൂരമിടാൻ ആവശ്യമായത് 10 മീറ്റർ ആഴമാണ്. 2000 കണ്ടെയ്നറുകൾ മാത്രമാണ് വിഴിഞ്ഞത്തെത്തുന്നത്. അതിൽ തുറമുഖത്ത് ഇറക്കുന്നത് 1960 കണ്ടെയ്നറുകൾ. കഴിഞ്ഞ മാസം 22-നാണ് സാൻ ഫെർണാണ്ടോ ഹോങ്കോങ് വിട്ടത്. ചൈനയിലെ ഷാങ്ഹായ്, സിയാമെൻ തുറമുഖങ്ങൾ കടന്ന് ജൂലൈ 1-ന് ഷിയാമെനിൽ നിന്നും ചരക്കുകളും കയറ്റിയാണ് സാൻ ഫെർണാണ്ടോയുടെ വരവ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ ചരക്കു കപ്പൽ സാൻ ഫെർണാണ്ടോ ചരിത്രത്തിലിടം പിടിക്കും. സാൻ ഫെർണാണ്ടോയുടെ വരവോടെ പതിറ്റാണ്ടുകളായി കാത്തിരുന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരമാവുകയാണ്. കപ്പലിൽ നിന്നിറക്കിയ കണ്ടെയ്നറുകൾ മദർഷിപ്പ് മടങ്ങിയതിനു ശേഷം ചെറിയ ഫീഡർ കപ്പലുകളിൽ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, APM ടെർമിനലുകൾ, ഹപ്പാഗ് ലോയ്ഡ് എന്നിവയുൾപ്പെടെയുള്ള ലോക ഭീമന്മാരുടെ കപ്പലുകളാകും സാൻ ഫെർണാണ്ടോയ്ക്ക് ശേഷം വിഴിഞ്ഞത്തേക്ക് എത്തുക. ഇന്ത്യയിലെ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനാകാത്ത അത്ര ശേഷിയുള്ള 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 23 യാർഡ് ക്രെയിനുകളുമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ഓട്ടോമേറ്റഡ് സംവിധാനം വഴി ചരക്കിറക്കവും കയറ്റവും നിയന്ത്രിക്കാൻ കഴിയും. 2015 ഓഗസ്റ്റ് 17-നാണ് വിഴിഞ്ഞം കരാർ ഒപ്പുവെക്കുന്നത്. അതേ വർഷം ഡിസംബർ 5-നാണ് തറക്കല്ലിട്ടത്. 2017 ജൂൺ 1-നായിരുന്നു ബർത്ത് നിർമ്മാണോദ്ഘാടനം. 2023 ഒക്ടോബർ 15-ന് ക്രെയിനുകളുമായി ആദ്യ കപ്പലെത്തി. കേരളം ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രബിന്ദുവാകും. വൻകിട കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് സർവീസിന് താൽപര്യം അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വർഷം 2500 കോടി വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിന് വർഷം 400 കോടി GST കിട്ടും. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും വരും. യൂറോപ്പ്, ഗൾഫ്, കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന രാജ്യാന്തര കപ്പൽ പാതയോട് 10 നോട്ടിക്കൽ മൈൽ അടുത്താണ് വിഴിഞ്ഞം എന്നതാണ് അനുകൂലം. മദർഷിപ്പ് തുറമുഖങ്ങൾ ഇല്ലാത്തതിനാൽ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ചരക്ക് ദുബായ്, കൊളംബോ, സിംഗപ്പൂർ തുറമുഖങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. വിശാഖപട്ടണം, മുദ്ര തുറമുഖങ്ങളിൽ മദർഷിപ്പുകൾ അടുക്കില്ല. വിഴിഞ്ഞം തുറക്കുന്നതോടെ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള കൊളംബോയെ അപേക്ഷിച്ച് 24 മീറ്റർ സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് ഗുണകരമാണ്. ലോകത്തെ ചരക്കു നീക്കത്തിൽ ഭൂരിഭാഗവും മദർഷിപ്പുകളിലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.